ഹായ് ഗായ്സ്, കുറേ ആയിട്ടോ വീഡിയോ ഇടാതെ ഇരിക്കുന്ന വേറെ ഒന്നുമല്ല. അത്യാവശ്യം നല്ല തിരക്കാണ്. എന്നാലും വിചാരിക്കും എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഒരു ദിവസം ഇടണമെന്ന്. എല്ലാവരും വീഡിയോ ഇടണം എന്തിനാ? ഒരു സമ്പാദ്യം കിട്ടാൻ വേണ്ടി അല്ലേ, ഒരു ഏർണിങ്സ്. പ്രത്യേകിച്ച് ഈ വീട്ടിലിരുന്ന് വർക്ക് ഫ്രോം മീൻസ് ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക്. അങ്ങനെയാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എങ്ങനെയായിരുന്നുണ്ടാവും, ഞാൻ 6th മന്തിൽ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എനിക്കൊരു 10,000 രൂപയെങ്കിലും മാസം വരുമാനത്തിൽ എന്തെങ്കിലും കിട്ടുന്ന രീതിക്ക് ആവുമായിരിക്കും, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഗൈസ്. പക്ഷേ ഒന്നും നടന്നില്ല. അതിനിടയ്ക്ക് തന്നെ ജോബ് കിട്ടി, അങ്ങനെ വർക്ക് ഫ്രോം ഹോമായി. പിന്നെ വീട്ടിലെ പണി, അതിനിടയ്ക്ക് 2 കുട്ടികളെ നോക്കൽ, സ്കൂളിൽ വിടൽ വരൽ ഒക്കെ. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു മൂവാറ്റുപുഴ ഒരു ഹോസ്പിറ്റലിൽ ഇവർ 2 പല്ല് കാണിക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ അത് കാരണം തന്നെ പിന്നെ എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല ഈ ഒരു തിരക്കിൽ. പിന്നെ അതിനിടയ്ക്ക് പനി വരും കുട്ടികൾക്ക്, എനിക്ക് വയ്യാതെയാവും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മതി, വീഡിയോ എടുക്കാനോ വീഡിയോ ഇടാനോ എന്നതിനുള്ള മൂഡും ഉണ്ടാവില്ല, നമുക്കത് ചെയ്യാനുള്ള ആരോഗ്യവും ഉണ്ടാവില്ല. അതാണ് മെയിനായിട്ട്. എന്താ വെച്ചാൽ രാവിലെ തുടങ്ങി രാത്രി വരെ ആയിട്ടുള്ള അലച്ചിലായിട്ടുള്ള പണി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആകെ തളരും. പിന്നെ നമുക്ക് ആകെ എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നാണ്. ഫോൺ കുത്താനോ ഫോൺ റീൽസ് കാണാനോ അല്ലെങ്കിൽ ആരെങ്കിലും വാട്സപ്പ് ഇടണതോ കാണാനോ ഒന്നിനും നമുക്ക് ടൈമില്ല കേട്ടോ. ആരെ വിളിക്കാനും സമയമില്ല. എല്ലാ ദിവസവും ചേച്ചീനെ അമ്മേനെ മുടങ്ങാതെ ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കുന്ന ഒരാളായിരുന്നു ഞാനിപ്പോൾ അതും ഇല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടൈം ഒട്ടും കിട്ടുന്നില്ല. ഒട്ടും എനിക്ക് സമയം എനിക്ക് തന്നെ പണ്ടേ സമയം കിട്ടാറില്ല. അതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് വർക്കും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഒട്ടും സമയം കിട്ടുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് ഇവിടെ ഈ ഒന്ന് മാത്രമല്ല കേട്ടോ, കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുപ്പിന് 8 മണിക്ക് എത്തി. അപ്പോൾ അത് കാരണം ഇവരൊക്കെ എനിക്ക് വന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം ഒരെണ്ണത്തിനെ കണ്ടോളൂ. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് കാലിയായിട്ട് കിടക്കണേ കേട്ടോ. 8:30 അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ടോക്കണൊക്കെ എടുത്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടി. വേറെ ആരെയൊന്നും നമുക്ക് കണ്ടില്ല അവിടെ, തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ ടോക്കൺ എടുത്ത് നമുക്ക് ആദ്യത്തെ ഇത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഡോക്ടറൊക്കെ വന്നു തുടങ്ങി 8:30 ആയപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊച്ചൊക്കെ കയറി കണ്ടു. അത് വേറെ സെക്ഷനൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. ഒരു സ്ഥലത്ത് ഇത്തിരി നോക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ അത് ഇതൊക്കെ എഴുതി വിടും. പിന്നെ വേറെ സ്ഥലത്ത് പോകണം, അത് അവർ നോക്കും. അത് കഴിഞ്ഞിട്ട് അവർ എന്തൊക്കെ എഴുതി വിടും. പിന്നെ വേറെ സെക്ഷനിൽ പോകണം, വേറെ കാണിക്കും. അത് കഴിഞ്ഞപ്പോൾ പറയും അവർ ഒരു മാസം കഴിഞ്ഞ് വരും. അങ്ങനെയാണ് സംഭവം. എൻ്റെ മുടിയൊക്കെ നരച്ചിരിക്കുന്നതുണ്ടോ, ഫുള്ള് നരച്ചു കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഈ പറഞ്ഞാൽ മതി, നമ്മൾ നാണം വന്നിട്ട് കുറച്ച് ഡൈയൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ വിചാരിക്കും എന്തിനാണ്, അതങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ആകെ വൃത്തികേടായിട്ടിരിക്കുന്നത് കേട്ടോ. ആകെ നരച്ച് ആകെ വൃത്തികേട്. അപ്പോൾ അങ്ങനെ അതേ ഇളയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ദിവസത്തെ പരിപാടിന് വന്നാൽ രാവിലെ ഇറങ്ങി, പിന്നെ ഉച്ച ആവാറായപ്പോൾ എത്തി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടെങ്കിൽ ഇവർ പറഞ്ഞു 1 മാസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന്. കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. മൂവാറ്റുപുഴ പിന്നെയും വല്ല നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മൾ വേറെ സ്ഥലത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഇത് കണ്ടോ, ഇത് കുറേ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അവിടുത്തെ വാച്ച്മാൻ ചേട്ടൻ പറഞ്ഞു, അത് ചില സമയത്ത് അവർ സ്വഭാവം അവരപ്പോൾ കൊത്താനൊക്കെ വരും, അതാണ് അടുത്ത് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ചേട്ടന് പേടിയായിട്ട് ആ ചേട്ടന് വടിയും കൊണ്ട് ഇറങ്ങി. പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഓടിക്കുന്നുണ്ട് അതിന്. പക്ഷേ അതൊന്നും മൈൻഡൊന്നും വെക്കുന്നില്ല. അത് അതിൻ്റെ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ആൾ വെറുതെ പുറകെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വണ്ടി എടുക്കാൻ വന്നപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നപ്പോൾ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വണ്ടി വല്ലതും ഇടിക്കില്ലേ, കാർ പാർക്കിൻ്റെ അടുത്താണ് ഇവർ കിടക്കുന്നതൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ കിടക്കുമ്പോഴൊക്കെ വല്ല കാറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അടിയിലൊക്കെ വന്ന് കിടന്നാലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഈ വരുന്ന വഴിക്ക് നമ്മൾ എറണാകുളം വരുന്ന വഴിക്കാണല്ലോ നമ്മുടെ ഹിൽ പാലസ് ഉള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കയറിയാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി നമുക്കൊന്ന് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും പുറത്ത് പോയിട്ട് കുറേ നാളായ ഗൈസ്, എവിടെയും പോകാറില്ല. അപ്പോൾ അങ്ങനെ കുട്ടിക്ക് വെക്കേഷനും ആണല്ലോ. നമ്മൾ ഈ കുട്ടികളും വീടിൻ്റെ അകത്ത് തന്നെയല്ലേ പൂട്ടിയിരിക്കുന്നത്. ഒന്നാമത് ഞങ്ങൾ മേലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അത് കാരണം അവർ പറഞ്ഞാൽ മതി മേലിൽ അകത്ത് ആ വീടിൻ്റെ ആ റൂമിൻ്റെ അകത്ത് ഇങ്ങനെ പൂട്ടിയിരിക്കുന്നത്. എത്ര നേരം പറഞ്ഞാൽ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഹിൽ പാലസിൽ പോയി അവരിങ്ങനെ ഓടി കുറേ നേരം, കുറേ പ്ലേസ് ഉണ്ടല്ലോ ഹിൽ പാലസിൽ, എന്തോ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ മാൻ്റെ അവിടെ സെക്ഷനിൽ വന്നപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഒരെണ്ണം മാത്രം ഇങ്ങോട്ട് നീങ്ങി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അതങ്ങനെ ഒട്ടി മതിൽ ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇലയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പ്ലാവിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പഴുത്ത ഇല മുതൽ ഉണങ്ങിയ ഇല എല്ലാം അത് കഴിക്കുന്നുണ്ട്. എല്ലാം മാനും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതേ തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ശോകം ഒരു ഇത് തന്നെയായിരുന്നു ഈ മാനകളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും എല്ലും മുതൽ കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാനിനെ അങ്ങനെയൊന്നും കാണുന്നില്ല. ബട്ട് സ്റ്റിൽ അവരെ വയറൊക്കെ ഒട്ടിയിരിക്കുന്നതാണ് കേട്ടോ. വയറൊക്കെ ഒട്ടിയാണ് ഇരിക്കുന്നത്.
എന്നിട്ട് കിതക്കുന്നുമുണ്ട് ആൾ, ഈ വെള്ളം കിട്ടാത്ത കാരണേ. അവിടേക്ക് ആ പരിസരത്തൊന്നും ഒരു ഭക്ഷണമോ ഒന്നുമില്ല, ജസ്റ്റ് മണ്ണ് ഫുള്ളും ഇങ്ങനെ മരുഭൂമി പോലെ കിടക്കണേണ്ട്. അവിടെ കുറേ മാനുകൾ ഇരിക്കുന്നുണ്ട്, അവിടെ വെള്ളമൊന്നും കാണാനില്ല. അവിടെ അതേപോലെ തന്നെ ഒരു എന്താണ് ഭക്ഷണമോ എന്തെങ്കിലും ഇലകളോ ഒന്നും കാണാനില്ല. ഇത് വന്നിങ്ങനെ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഇല കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനുള്ള ഇതില്ല. അപ്പം ഞങ്ങൾ കുറേ ഇലയൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നു. ഇങ്ങനെയൊക്കെ മൃഗങ്ങളെടുത്ത് കാണിക്കുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ. ഇതിനൊക്കെ ഗവൺമെൻറ് കാശും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടാവും, പക്ഷേ ഇറക്കില്ലല്ലോ, അതാണ് പ്രശ്നം. മുക്കാൻ അതിനിടയിലൊക്കെ കുറേ ആൾക്കാരുണ്ടാവും, പാവം. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെയൊക്കെ ഇവിടെ നടന്നു. ഇവിടേക്ക് ഇങ്ങനെ നടക്കുന്ന കുറേ ഉണ്ട് ഹിൽ പാലസിൽ നടക്കാൻ വേണ്ടി. കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ഞങ്ങളിങ്ങനെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ പിന്നെ ദാഹിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഇതിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പോയി ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി പിന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എത്തി. പിന്നെ ഞാൻ രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഞാൻ ഉണ്ടാക്കാതിരിക്കത്തില്ലല്ലേ. ഈവൻ പണീൻ്റെ ഇടയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും ഫുഡും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവർക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വെച്ചാൽ ബീഫ്, ചിക്കൻ, ഇടിയപ്പം അല്ലെങ്കിൽ പൂരി, അതാണ് ഇഷ്ടം. പൂരി നമുക്ക് പറ്റത്തില്ല. എനിക്ക് ഹസ്ബൻഡ് അങ്ങനെ പൂരി ഈ എന്താണ് വെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന കാരണം അതാവുന്നതും ഒഴിവാക്ക്, സ്കിപ്പ് ചെയ്യുന്ന പറയും. അപ്പോൾ ഇവർക്ക് ഇടിയപ്പം ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പകരം ഇവർക്ക് ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് ബീഫും ഇടിയപ്പം ഉണ്ടാക്കി രാത്രി. അതേപോലെ മാംഗോ മേടിച്ചിട്ടാണ്, അപ്പോൾ അത് ജ്യൂസും ഉണ്ടാക്കിയായിരുന്നേ. അപ്പോൾ എൻ്റെ ബീഫ് കറിയാണ് കേട്ടോ ഇത്. എൻ്റെ ബീഫ് കറി നല്ല ടേസ്റ്റാണ്. ഞാൻ എന്നെ തന്നെ പൊക്കണമല്ല, പൊതുവേ എല്ലാവരും പറയും എൻ്റെ ബീഫ് കറി നല്ല ടേസ്റ്റാണ്. ഞാൻ പഠിച്ചത് എൻ്റെ അമ്മേൻ്റെ കയ്യിലാണ്, ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ കയ്യിലാണ് ബീഫ് ഉണ്ടാക്കണം എങ്ങനെ പഠിച്ചത്. അങ്ങനെ ഗൈസ് എൻ്റെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. ബൈ ബൈ.